റിസൾട്ടുകളെല്ലാം വന്നു. പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു അതെ. ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ 2-3 വർഷമൊക്കെ ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയുക ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടർ ആവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ള ഒരു വഴി എന്നുള്ളതാണ്. അതൊരു എഞ്ചിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്. അതിൽ ഉത്തരത്തിൽ ഇതൊന്നും കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, പക്ഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം, അതെ. ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിക്കും അത് നേടാൻ പറ്റില്ല, എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങൾ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗ്ഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചു വിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ്, നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. അതെ. ഇഷ്ടത്തോട് കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയുക, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ ഉത്തരം പറയുക ഒരു അധ്യാപനം, ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നാണ്. ഞാൻ അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാം, ടീച്ചറാവേ ആയിക്കാണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ, അതെ. ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതെ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവുക, അതെ. നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത് തന്നെ. നല്ലതാണ്. അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം.